ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാമ്പാട കറി വയ്ക്കാനാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് കോൽപ്പുളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മീനിലൊന്ന് പുരട്ടി വെച്ച് കൊടുക്കാം. ഉപ്പും പുളിയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് പുരട്ടി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു മീനിൻ്റെ മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ. ഈ ഒരു മീനെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പുരട്ടി എല്ലാവിടെയും ഒന്ന് പുരട്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെറുതെ ഒന്ന് ഉരച്ച് കഴിക്കാൻ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിക്കോളും. പിന്നെ എല്ലാവരും ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വെറുതെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ വെള്ള പാടുകളൊക്കെ പോയി കിട്ടും കേട്ടോ. മീനിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടിക്കോളും. ഒരു 10 മിനിറ്റ് ഒന്ന് ആ പുളിവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. ഒരു മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ പുരട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും കേട്ടോ. നല്ല ക്ലീനാവും. നമുക്കിതിനെ നന്നായിട്ട് കഴുകി വെടുപ്പാക്കിയിട്ട് കഷ്ണങ്ങളാക്കാം കേട്ടോ. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നാക്കി കഷ്ണങ്ങളാക്കാം. നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് ഒരു വലിയൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി. അതേ അളവിൽ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ് കേട്ടോ. ഉപ്പ്, കുടംപുളി, മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഒരു ചെറിയൊരു ടീസ്പൂണിൽ ഒരു 3/4 ടീസ്പൂൺ. ഇത്ര ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒരു പൂണിയിൽ 2 പാലാണ് ഉണ്ട്. ഇത്രയും ഒരു ചെറിയ പൂണിയിൽ 2 പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മീനിട്ട് കൊടുക്കാം കേട്ടോ. 2 പാൽ ഒഴിച്ച് തിള വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മീനിട്ടിട്ടൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചാൽ മതി കേട്ടോ. ഒന്നിൽ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വേവട്ടെ കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കപ്പ് 1 പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് വെന്തുണ്ട് കേട്ടോ മീൻ. ഒരു 10 മിനിറ്റ് നമ്മൾ എന്തായാലും നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ 1 പാൽ ഒഴിച്ചു കൊടുക്കണം. തക്കാളിയും സവോളയും ഇട്ട് മാത്രം വെക്കാതെ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയോളൂ. തേങ്ങാപ്പാലിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു കറിയൊക്കെ. എല്ലാത്തിലും തക്കാളിയും സവോളയും ഇട്ട് ഇങ്ങനെ വയറ്റി ചെയ്യാതെ ഇത് ഇങ്ങനത്തെയും ഒരു തനി നാടൻ മീൻ കറിയാണത്. ഇതൊന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണത്. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉള്ളി ഒന്ന് താളിക്കണം കേട്ടോ. ഉള്ളി ഇത്ര എടുത്തിട്ട് നമുക്കൊന്ന് കാച്ചി കൊടുക്കാനായിട്ട് ചെറുതായിട്ട് അരിയാം കേട്ടോ. 1 പാൽ ഒഴിച്ചിട്ട് തിള വന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. വേറെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് ചട്ടി ചൂടാകുമ്പോൾ ചട്ടി ചൂടായതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഉള്ളിയിട്ട് കൊടുക്കാം കേട്ടോ. അരിഞ്ഞ് വെച്ചേക്കണം ഉള്ളിയിട്ട് കൊടുക്കുക. ഉള്ളി മൂത്തുണ്ട് കേട്ടോ. നമുക്ക് അരിക്ക് ഒഴിക്കാം കേട്ടോ. കൂട്ടാനിക്ക് ഒഴിക്കാം. ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. രണ്ട് വേപ്പലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആയിട്ടൊന്ന് വെച്ച് നോക്ക്. ഇത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം.